വിജയണ്ണന്റെ കാര്യത്തിൽ ഏറെക്കുറെ തീരുമാനമായി. അണ്ണന് സിനിമയിലും പൊളിറ്റിക്സിലും വലിയ ഫ്യൂച്ചർ ഒന്നും ഉള്ളതായിട്ട് തോന്നില്ല. അണ്ണൻ എന്ന് പൊളിറ്റിക്സിലേക്കുള്ള എൻട്രി അനൗൺസ് ചെയ്തോ അന്ന് മുതൽ 8ന്റെയും 16ന്റെയും പണികൾ ഒന്നിനുമേലൊന്നായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരെണ്ണം തീരും, അതിൽ നിന്ന് റിക്കവർ ആയിട്ട് വരുമ്പോൾ ഉടനെ തന്നെ അടുത്തത് കിട്ടും. അണ്ണന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ കരിയറിന് ഉച്ചത്തിൽ നിൽക്കുന്ന സമയത്താണ് പൊളിറ്റിക്സ് എന്നും പറഞ്ഞ് ഇറങ്ങിയത്. ആൻഡ് വന്ന സമയം തൊട്ട് ഒരു നിക്കക്കളിക്കില്ല. ആദ്യം കരൂർ ദുരന്തം, അതിൽ കുറേ ആൾക്കാർ മരിച്ച്, അവിടെ വന്ന ആൾക്കാർ തന്നെ എതിരെ സംസാരിച്ച്, അങ്ങനെ നല്ലൊരു പൊളിറ്റിക്കൽ ബാക്ക് ഫയർ കിട്ടി. ഓപ്പോസിഷൻ പാർട്ടീസ് വളരെ നല്ല രീതിയിൽ അത് അവർക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയും ചെയ്തു. അതിൽ നിന്ന് റിക്കവറായി വന്ന സമയത്ത് അണ്ണൻ്റെ ഏറ്റവും അവസാനത്തെ സിനിമ എന്ന് പറഞ്ഞിട്ട് മാർക്കറ്റ് ചെയ്ത ജനനായകൻ്റെ റിലീസ് സ്റ്റോപ്പായി. ഈ സിനിമ എടുത്തത് തന്നെ അണ്ണൻ്റെ പൊളിറ്റിക്കൽ എൻട്രിക്ക് ഒരു ബൂസ്റ്റ് കൊടുക്കാനും അണ്ണൻ്റെ ഇലക്ഷൻ എന്നൊരു ബൂസ്റ്റ് കൊടുത്ത് ജയിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള സാധനങ്ങൾ എന്ത് തന്നെ ആയാലും ആ സിനിമയിലുണ്ടാവും. അങ്ങനെ തന്നെ ആയിരിക്കും ആ സിനിമയുടെ സ്റ്റോറിയും ആ സിനിമയുടെ പേര് ജനനായകൻ ഇട്ടതും അത് തന്നെയായിരിക്കും കാരണം. പക്ഷേ അപ്പുറത്തേക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിയുള്ളതുകൊണ്ട് ആ സിനിമ ഇറക്കാൻ പറ്റിയില്ല. അണ്ണനും സിനിമയുടെ അണിയറ പ്രവർത്തകരും പഠിച്ച പണി 18 നോക്കിയിട്ടും സിനിമ ഇറക്കാൻ പറ്റിയില്ല. ആ സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ അണ്ണൻ ആ ഒരു എൻട്രിക്കും ഇപ്പോഴത്തെ ഇലക്ഷനും കുറച്ചല്ല നല്ലൊരു ബൂസ്റ്റ് കിട്ടിയേനെ. പക്ഷേ സിനിമ ഇറക്കാൻ പറ്റിയില്ല. എന്നാൽ പോട്ടെ, സിനിമ ഇറങ്ങണ്ട, ബാക്കിയുള്ള പ്രവർത്തനങ്ങളിലൂടെയെങ്കിലും വോട്ട് പിടിക്കാമെന്ന് പറഞ്ഞ് നിന്നപ്പം അടിച്ചു കിട്ടി അവിഹിതം. എല്ലാം പോട്ടെ, ഈ സിനിമ ഇറങ്ങാത്തതും ആൾക്കാർ മരിച്ചതും ഒക്കെ ആൾക്കാർ സഹിക്കും. പക്ഷേ അവിഹിതം സഹിക്കൂല. എല്ലാം പോട്ടെ, ഈ അവിഹിതം വന്ന് അതൊരു ആരോപണം എന്നൊക്കെ പറഞ്ഞ് അങ്ങ് വിടായിരുന്നു. അടുത്തൊരു മാരേജ് ഫംഗ്ഷൻ എണ്ണം കാണിച്ചത് നിങ്ങൾ കണ്ടായിരുന്നില്ല? ഇത്രേ ഉള്ളൂ, നല്ലൊരു ബാക്ക് ഫയർ കിട്ടി. പക്ഷേ ഇപ്പോഴും ആൾക്കാരുണ്ട് കേട്ടോ, അണ്ണന് 10 ഭാര്യമാർ വരെ ആകാൻ, വേണമെങ്കിൽ ഞങ്ങളും അണ്ണൻ്റെ ഭാര്യമാരാകാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന റസികറുകൾ അണ്ണൻ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റൂല, അവരോടൊക്കെ അണ്ണന് കിട്ടുമായിരിക്കും. അണ്ണൻ വിചാരിച്ച മൈലേജിൽ ആ പൊളിറ്റിക്കൽ എൻട്രി കിട്ടിയിരുന്നെങ്കിൽ പുഷ്പം പോലെ പാർട്ടി ജയിക്കും, ഭരണം കിട്ടൂല എന്നുള്ളതൊക്കെ ഓക്കെ, അണ്ണൻ ജയിച്ചതിന് ഒരു MLA എങ്കിലും ആകാൻ പറ്റിയാണ്. പക്ഷെ ഇപ്പോൾ ആ ഒരു ഓപ്ഷൻ കംപ്ലീറ്റ്ലി സ്റ്റോപ്പായിട്ടുണ്ട്. എന്തായാലും കിട്ടാൻ പോണില്ല. കാരണം ഒന്നിനുമേൽ ഒന്നായിട്ട് പണി കിട്ടിക്കൊണ്ടിരിക്കും. ഇതിൽ നിന്ന് എല്ലാം റിക്കവർ ചെയ്ത് വന്നപ്പം റീസെൻ്റായിട്ട് അടിച്ചു കിട്ടി ഇലക്ഷൻ ചട്ടലംഘനമെന്നും പറഞ്ഞ് അടുത്ത കേസ്. ഇതൊക്കെ ഒതുക്കി തീർക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഈ പ്രവർത്തനത്തിന് സമയം കിട്ടുന്നുണ്ടോ എന്ന് ദൈവത്തിനറിയാം. പിന്നെ ആ സിനിമ ജനനായകൻ, അതിന് ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുണ്ടെന്ന് തോന്നില്ല. കാരണം ആ സിനിമ എന്ന് പറഞ്ഞത് അണ്ണൻ്റെ പൊളിറ്റിക്കൽ എൻട്രിക്കും അണ്ണന് ഇലക്ഷന് വേണ്ടിയിട്ടും നല്ലൊരു ബൂസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തൊരു സിനിമയാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആ സിനിമ ഇറങ്ങിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അണ്ണൻ ജയിക്കുവാണെങ്കിൽ ഓക്കെ, കുറച്ചൊരു മാസമായിട്ട് കിട്ടും. പക്ഷേ അണ്ണൻ തോറ്റ് കഴിഞ്ഞിട്ട് ആ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സിനിമ തിയേറ്ററിൽ കാണുമ്പം നമുക്ക് മാസ് തോന്നുന്നു അതോ കോമഡി തോന്നുന്നു? പേഴ്സണലി എനിക്ക് കോമഡി ആയിരിക്കും തോന്നുന്നത്, എനിക്ക് ചിരിയായിരിക്കും വരുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ ആ സിനിമ ഇനി ഇലക്ഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, കളക്ഷൻ കിട്ടും. കാരണം അണ്ണൻ്റെ ഏതൊരു ഉളപ്പടം ഇറങ്ങിയാലും വാരിസ് എന്ന് പറഞ്ഞ സീരിയലിന് പോലും 100 കോടി 200 കോടി 500 കോടിയൊക്കെ കളക്ഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം കളക്ഷൻ എന്തായാലും കിട്ടും. പക്ഷേ ആ ഒരു മാസ് സാധനം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും നമുക്ക് കാണാം. അണ്ണൻ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ഉണ്ടാവും. വെറുതെ ഒരു പ്ലാനുമായിട്ടൊന്നും വരുന്നവർ ഇറങ്ങത്തില്ല. പ്ലാൻ എയും പ്ലാൻ ബിയും പ്ലാൻ സി ഒക്കെ ഉണ്ടാവും. പിന്നെ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് 5 വർഷത്തെ 6 വർഷത്തെയും കാര്യമൊന്നുമല്ലോ, ലോങ് ടൈം ആയിട്ടുള്ളൊരു പരിപാടിയാണല്ലോ. അപ്പോൾ ഇപ്പം തോറ്റാലും അടുത്ത് വരുന്ന ഇലക്ഷനുകളിലൊക്കെ കയറിപ്പോകാൻ അണ്ണന് പറ്റിയേക്കാം. സോ നമുക്ക് കാത്തിരുന്ന് കാണാം.